കേരളം സ്റ്റോറി പോലെ ഇപ്പോൾ വീര സവർക്കർ സിനിമ വന്നിട്ടുണ്ട്. കേരളത്തിൽ തിയേറ്റർ കിട്ടിയിട്ടില്ല. കേരളത്തിലൊരു പട്ടിക്കും ഈ സിനിമ കാണണ്ട. ചെരുപ്പ് നക്കി സവർക്കറുടെ സിനിമ ആർക്ക് വേണം കേരളത്തിൽ? ആടുജീവിതം കാണാൻ തിക്കിത്തിരക്കി പോകുന്ന നന്ദി കെട്ടവരെ, നിങ്ങളെന്താ എൻ്റെ സിനിമ കാണാൻ വി.ഡി. സവർക്കറുടെ സിനിമയെ? ഭാരതത്തിന് വേണ്ടി, ഭാരത പൈതൃകത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് തല്ലും കൊണ്ട് അവസാനം മാപ്പെഴുതി കൊടുത്തത് വേറെ കാര്യം. അയാളുടെ സിനിമ പിടിച്ചപ്പോൾ ആടുജീവിതം കാണാനാ തിരക്ക്. നന്ദി വേണടോ, നന്ദി. ഹൂഡാന്ന് പറഞ്ഞ ആളാണ് ഈ സിനിമ പിടിച്ചിട്ടുള്ളത്. അയാളുടെ ജൽപ്പനാണ് ഈ കേട്ടത്. എനിക്ക് അയാളുടെ ഇത്രേ പറയാനുള്ളൂ. ആരുടെ അടുത്തേക്ക് ഇഷ്ടമുള്ളത് അവർ കാണുവിടോ ഹോടെ. BJP ആണല്ലോ നാട് ഭരിക്കുന്നത്. അപ്പൊ BJP-കാർ മുഴുവൻ കൂട്ടമായിട്ട് ഇങ്ങനെ തിക്കിത്തിരക്കി അണ പൊട്ടി ഒഴുകണ പോലെ വന്ന് തിയേറ്ററിൽ കയറുന്ന വിചാരിച്ചത്. എന്തായി? ആരും അറിയാതെ കേരളത്തിൽ ഒരു സിനിമ വന്നു പോയി. ആരും അറിഞ്ഞില്ല. വി.ഡി. സവർക്കറുടെ സിനിമയാണ്. അതും ഒരു ആടുജീവിതം തന്നെ. 10-20 വർഷം നാടിനാണെന്നും പറഞ്ഞ് അതേ അവിടെ പോയി എല്ലാ വിധത്തിലുള്ള ചവിട്ടും കുത്തും കൊണ്ടു അവസാനം എഴുതി ഒപ്പിട്ട് ഷൂ നക്കി തിരിച്ചു പോകുന്ന ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ സിനിമയാക്കി മാറ്റി. പക്ഷെ ഇവിടെ നജീബിന്റെ കഥ ആടുജീവിതമായിട്ട് വന്നപ്പോൾ അവിടെ ആൾക്കാർ കുത്തിക്കയറി. ഇന്നും ഒരാളെ വിളിച്ചു പറഞ്ഞു പോയി ടിക്കറ്റ് കിട്ടിയില്ല. ബുക്കിങ്ങിന് വരുമ്പോൾ ബുക്കിംഗ് എല്ലാം തറ മുതൽ ബോക്സ് വരെ ബുക്കിടാണ്. അതേ സമയത്ത് വി.ഡി. സവർക്കറുടെ സിനിമ കാണാൻ ഒരു പട്ടിയും പോയില്ല, ഒരു പുല്ലും പോയില്ല. അതിന് കാരണമുണ്ട്. ആടുജീവിതം വെറൊരു സിനിമയല്ല. ഒരാള് ഏകദേശം അവിടെ പോയിട്ട് അനുഭവിച്ചൊരു കാര്യമാണത്. അതിന് വേണ്ടുന്ന പൊടിപ്പും തൊങ്ങലും ഡെക്കറേഷനൊക്കെ നടത്തിയിട്ട് സിനിമയാക്കി, നോവലാക്കി. 2.5 വർഷം മരുഭൂമി അനുഭവിച്ച യാതനകൾ അതൊക്കെ ആയിട്ടാണ്. അപ്പൊ അത് കാണാൻ ആൾക്കാരുണ്ടായിരുന്നു. അതേ സമയത്ത് വി.ഡി. സവർക്കർ അത് BJP-യെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാരകളെ സംബന്ധിച്ചിടത്തോളം നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, പൂർണ്ണ സ്വരാജിന് വേണ്ടിയിട്ടും ജന്മം മുഴുവൻ തപമാക്കിയവൻ സ്വതന്ത്ര വീർ സവർക്കർ, സ്വാതന്ത്ര്യ വീർ സവർക്കർ. അതവർക്ക് വെറും സിനിമയല്ല, ഒരു സത്യമായിട്ടുള്ള ആഖ്യായികയാണ്, ചരിത്രമാണ്. വിനായക് ദാമോദർ സവർക്കർ എന്ന വിപ്ലവകാരി 28 വർഷം ജയിൽ ജീവിതം, ജനിച്ചതേ കഷ്ടപ്പാടില്, പ്ലേഗ് പിടിച്ച് മരിച്ച് അച്ഛനെ വലിച്ചെറിഞ്ഞു, ശവങ്ങളുടെ കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു, കൂട്ടിയിട്ട് കത്തിക്കുന്നു. വേറെ മാർഗവുമില്ല. പ്ലേഗ് പിടിച്ചിട്ടുള്ള തൊട്ടാൽ പൊട്ടും, പകരും മണിക്കൂർ കൊണ്ട് ആള് ചാവും. അങ്ങനെയുള്ള ഒരാളുടെ 3 മക്കള് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ തിരിച്ചു ചോദിക്കുക, അമ്മ പറയില്ലേ മറ്റേ, നിന്നെ 10 മാസം ചുവന്ന് പ്രസവിച്ച് എന്നെ വേണം തല്ലാൻ. അപ്പൊ ഏതൊരു സിനിമയില് മേരിക്കുണ്ട് കുഞ്ഞാട്, ഞാനൊരു കൊട്ടയിൽ നിങ്ങളെ ചുവന്നുകൊണ്ട് നടക്കാം, ഇനി മേലി വർത്താനം പറയരുത്. അതുപോലെ ഞങ്ങൾ കാരണം കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയത് RS-കാരെ പറയണം. RSS ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ എന്ത് രീതിയിലാണ് പങ്കെടുത്തിട്ടുള്ളത്? ഇവിടെ അദ്ദേഹത്തിന്റെ സഹോദരനോടൊപ്പം, ഈ വി.ഡി. സവർക്കർ സഹോദരനോടൊപ്പം കാലാപാനി, ആ ജയിലിന്റെ പേരാണ് ഇവിടെ നമ്മളുടെ ആൻഡമാനിൽ, സെല്ലുലാർ ജയിൽ കാലാപാനി. ആ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നിന്ന് എത്ര കാലം? മാപ്പ് എഴുതി കൊടുക്കുന്നിടത്തോളം കാലം. ആ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ ആ ചരിത്രമാണ് സിനിമയായിട്ട് എടുത്തത്.
അയാളുടെ അനുജനെ പച്ചയ്ക്ക് തീ കൊളുത്തുകയാണ് ചെയ്തത്. അത് വേറൊരു കേസിൽ. ഏതായാലും മലയാളികൾ ഇത് വേദനിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതെന്താ കാരണം എന്നറിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം വീര സവർക്കർന്നോ ഒക്കെ പറയുന്ന സമയത്ത് നാളെ മഹാത്മാഗാന്ധി ഞങ്ങളുടെ ആളാന്ന് 10 വട്ടം പെടുത്ത RSകാർ പറഞ്ഞ മഹാത്മാഗാന്ധിയെ വരെ വെറുക്കും. അത്രത്തോളം കട്ട പിടിച്ച ഫ്രോസൻഡ് ഫോം ഓഫ് ഹേറ്റഡ്നെസ് അതാണ് ഈ സംഖ്യകൾക്ക് പിടിയുള്ളത്. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് അവർ പറഞ്ഞോട്ടെ 10 വട്ടം. ഉടനെ തന്നെ ഈ ലോകം മുഴുവൻ പറയും സൂര്യൻ കിഴക്കല്ല പടിഞ്ഞാറ് ഉദിക്കുന്നത്. കിഴക്കിന്റെ പേര് വെസ്റ്റ് എന്നാക്കി മാറ്റും. അത്തോളം മറപ്പും വെറുപ്പുമാണ്. അപ്പൊ VD സവർക്കറുടെ ജീവിതം അദ്ദേഹം ആർക്ക് വേണ്ടി ത്യാഗം സഹിച്ചു, എന്ത് സഹിച്ചു, എന്താണ് അടി കൊണ്ടോ തല്ലുകൊണ്ടോ ഭാരതത്തിന് വേണ്ടി സമ്മതിച്ചു. പക്ഷേ ഇപ്പൊ തൽക്കാലം അത് വെച്ച് സങ്കടപ്പെടാൻ മലയാളികൾ തയ്യാറില്ല. 13 വർഷത്തെ ജയിൽ ജീവിതത്തിൽ കാലാപാനി ജയിലിലെ ക്രൂര പീഡനങ്ങൾ അതിനിപ്പോൾ എത്ര എഴുതി വെക്കാം, എന്തൊക്കെ അവിടെ നടന്നതെന്നുള്ളത്. അതിനെ വെച്ചാൽ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലല്ലോ. അത് അന്ന് CCTV ക്യാമറയില്ലല്ലോ. ഏതായാലും ആ സവർക്കറുടെ കുടുംബമടക്കം നേരിട്ട ദുഃഖങ്ങൾ എന്തുകൊണ്ടാണ് കേരള സമൂഹത്തിലുള്ള കേരളീയരെ ദുഃഖിപ്പിക്കാത്തത്? അതാണ് ചോദ്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെ സിനിമ എന്താ കാണാത്ത? പാട് ജീവിതത്തിനോടൊപ്പം വേറെ സിനിമ വന്നിട്ടുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് ഒന്നും എല്ലാവരും കാണാൻ പോയി. അതെന്താ അങ്ങനെ? അത് ആൾക്കാർക്ക് ഇഷ്ടം. അതാണ്. ഇപ്പോൾ അത് കഴിഞ്ഞത് ഇപ്പോൾ ആടുജീവിതം വന്നപ്പോൾ എല്ലാവരും അത് കാണാൻ പോകുന്നു. ആ സമയത്ത് മഞ്ഞുമ്മൽ ബോയ്സിന് ആൾക്കാർ ചോദിക്കുക എന്താ ഞങ്ങളുടെ സിനിമ രണ്ടാമത് കണ്ടുകൂടെ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും മലയാളികളെ സംബന്ധിച്ചിടത്തൊന്നും VD സവർക്കർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സവർക്കർ, BD സവർക്കറോ അവർക്ക് അറിയില്ല. VD എന്നറിയില്ല. ചിലർ BD സവർക്കർ എന്ന് പറയും. എന്തായാലും BD വലിയനായിരുന്നോ അതോ BD കമ്പനി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന മലയാളികൾക്ക് അറിയില്ല. അത് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. മലയാളികളുടെ ഹൃദയത്തെ സ്പർശിക്കാൻ VD സവർക്കർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അത് കേശവ് ബൽറാം ഹെഡ്ഗേവാർ ഇപ്പൊ ചോദിക്കും ഈ കേൾക്കുന്നവർ അതാരാ? ആരും അറിയില്ല. RSന്റെ സ്ഥാപകനാ. മാധവ് സദാശിവ ഗോൾവാക്കറിന്റെ അടിസ്ഥാനം ഉണ്ടാക്കിയാൽ ഗുരുജി എന്ന പേരിൽ. ആരാത്? ആരും അറിയില്ല. അവിടെ മോഡിയെ മാത്രമേ അറിയുള്ളൂ. അങ്ങനത്തെ അയാളും മിടുക്കല. ബാക്കി എല്ലാത്തിനും കുഴിച്ചു മൂടി. ഏതായാലും സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് കൊണ്ടാടുന്ന ഒരു രാഷ്ട്രീയ നേതാവിനും ഈ പറയുന്ന സവർക്കറെ പോലെ ഏകാന്ത തടവ്, അപകടകാരികളായിട്ടുള്ള കൊള്ളക്കാരെയും തെമ്മാടികളും വൃത്തികെട്ടവന്മാരെയും കൊണ്ടിരുന്ന ജയില്, അവിടെ കൊണ്ടിട്ട് സങ്കടപ്പെടുത്തി നമ്മുടെ ഭാരതത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരാളെ എന്നിട്ട് നിങ്ങളെ മനസ്സറിയാത്തത് എന്താണ്? ആടുജീവിതത്തിന്റെ പുറകെ നിങ്ങൾ പോയല്ലോ. മറ്റൊന്നല്ല, അവസാനൊരു ഒപ്പിട്ട് കൊടുത്ത ക്ലെമൻസി, അതായത് മേലില് ഇനി എന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് നക്കൽ ഒക്കെയാണ് കാരണം. എന്തായാലും ആ സിനിമ പിടിച്ച ആള് ഇപ്പം ഏകദേശം ആത്മഹത്യാ മുനമ്പിലാണ് അയാള്. സവർക്കറുടെ ജീവിതം പോലെ തന്നെ പാപ്പര ജീവിതമായിരുന്നു അയാളുടെ. ഒരു ഗുണവും പിടിച്ചില്ല. അതുപോലെ തന്നെ സിനിമയും മൂഞ്ചി അച്ഛന്റെ സ്വത്ത് വിറ്റിട്ട്, പാരമ്പര്യമുള്ള സ്വത്ത് വിറ്റിട്ട് ആ സിനിമ പിടിച്ചത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ മോഡിയോടെ ഭരിക്കുകയല്ലേ. അപ്പൊ ഏതൊരു കാപ്പടി കൂപ്പടി എന്ത് ചെയ്താലും അത് BJPയുടെ ബാനറിലാണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ തുരു ഇങ്ങനെ വന്ന് കാണുന്ന വിചാരിച്ചു. ഒരു പട്ടി വന്നില്ല. സിനിമ പിടിക്കുന്ന സമയത്ത് ബദാം, വെണ്ണ, വെളിച്ചെണ്ണ, പരിപ്പും അത് മാത്രമാണ് കഴിച്ചത്. ഉള്ളിയും ചരക്കരയും കൂടിയിട്ടൊക്കെയാണ് കഴിച്ചത്. കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. രൺദീപ് ഹൂഡ, HOODA, രൺദീപ് ഹൂഡ അതാണ് അയാളുടെ പേര്. അതിനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യ വീർ സവർക്കർ വൻ പരാജയത്തിലേക്ക് ഇങ്ങനെ മൂക്ക് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയാനകമായിട്ട്. മേലോട്ട് കയറ്റാൻ വേണ്ടി ഒരുപാട് എഫർട്ട് ആവശ്യമാണ്. സിനിമ പിടിക്കാൻ കഴിവുള്ള ആഗ്രഹം പിടിച്ചാലേ അത് മേലോട്ട് വരുള്ളൂ. പക്ഷെ മേലോട്ട് വരുന്ന താഴോട്ട് വരുത്താൻ വേണ്ടി ആരുടെയും ആവശ്യമില്ല. പൊക്കയിൽ വന്ന് ഡ്രൈവ് ചെയ്ത് അവിടേക്കാണ്ട് കയറ്റി വിട്ടാൽ മതി, തന്നെ പോയിക്കോളുമല്ലോ. വൻ പരാജയത്തിലേക്കാണ് അതിന്റെ പോക്ക്.
സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ ആര് കൊടുക്കാന്? ശ്രീനാരായണ ഗുരുദേവൻ സിനിമ എടുത്ത എല്ലാ ഈഴവന്മാരും പോയി കാണാൻ പോയോ? സിനിമ എന്ന് പറയുമ്പോൾ സിനിമയായിരിക്കണം. ശ്രീനാരായണ ഗുരുദേവന്റെ സിനിമ എടുത്തപ്പോൾ അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു ധൈര്യമായിട്ട് എടുത്തോളാൻ പറഞ്ഞു. അതിന് അയാളെ കാണാൻ പോയില്ല. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പിന്തുണ പ്രതീക്ഷിച്ചിട്ടാണ് സിനിമ എടുത്തത്. പക്ഷെ എന്തുണ്ടായി? ആരും കാണാൻ പോയില്ല. സിനിമ നിർമ്മിക്കാൻ പിതാവ് അദ്ദേഹത്തിന്റെ അധ്വാനം വാങ്ങിച്ച സ്വത്ത് അത് വിറ്റു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 നേരത്തെ തുടങ്ങി വെച്ചതാ. അന്നാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് ജനുവരി 26 അതിന് അങ്ങനെ അത് റിലീസ് ചെയ്യാനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഏതായാലും അപ്പോഴും നടന്നില്ല. സിനിമാ നിർമ്മാതാക്കൾ അവരുടെ ഒരു ടീമുണ്ട്. സിനിമാ നിർമ്മാതാക്കളുടെ ഒരു ടീം. അവർക്കൊരു നിലവാരമുള്ള സിനിമ, എന്തെങ്കിലും നിലവാരമുള്ള സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ പിടിക്കുന്നുണ്ട്. നിലവാരമുള്ള സിനിമ എന്നാണ് വെപ്പ്. ആരാ കാണാൻ പോകുന്നത്? അല്ലെങ്കിൽ അദ്ദേഹം ഒരു കാര്യയുടെ കോളേജുകൾ പോലെ സിനിമ പിടിക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലെ സിനിമ പിടിച്ചിട്ട് കാണാൻ വരുന്നില്ല ആളെന്ന് പറയരുത്. നിർമ്മാതാക്കൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർക്കൊരു സിനിമ ചെയ്യണം, പൈസ ഉണ്ടാക്കണം, അതാണ് ആഗ്രഹം. ഞാൻ എന്ന് പറഞ്ഞ സംവിധായകന്റെ ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, കപ്പാസിറ്റി, അയാൾ സ്വയം പറയുന്നതാണ്. രൺദീപ് ഹൂഡ ആ നിലവാരത്തിലേക്ക് ഉയരാൻ പ്രൊഡ്യൂസർമാർക്ക് ആർക്കും കഴിഞ്ഞില്ല. ആയതുകൊണ്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. സിനിമയായിട്ട് ബന്ധപ്പെട്ട പ്രധാന പ്രശ്നം എന്താ അറിയോ? ഡേറ്റ് കിട്ടാത്തൊന്നുമല്ല, പൈസ. അതാണ് നമുക്കിപ്പോൾ സിനിമയുടെ അമിതാഭ് ബച്ചനെ വിളിച്ച അമിതാഭ് ബച്ചൻ വരും, കമലഹാസനെ വിളിച്ച കമലഹാസൻ വരും. കയ്യിൽ പൈസ വേണ്ടേ? പണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെ. ബോംബെ അച്ഛൻ വാങ്ങിച്ച സ്വത്തും കൂടെ അത് വിറ്റ് തൊലച്ചു. എല്ലാം എന്തിനു വേണ്ടിയിട്ടാ? ഭാരത പൈതൃകത്തിന് വേണ്ടിയിട്ട്, RSSന് വേണ്ടിയിട്ട്, അവരുടെ ചിട്ടവട്ടങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, VD സവർക്കറെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്തിനാ? എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ BJP ഭരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ BJPക്കാർ മാത്രമെന്ന് കണ്ടാൽ മതിയല്ലോ, കോടികളായില്ല എന്ന് കരുതി തെറ്റി. കരുതൽ തെറ്റി. ഏതായാലും ജീവിതം പോലെ സവർക്കറുടെ സിനിമയും മൂച്ചി ചരിത്രത്തോട് അനീതി കാണിച്ച് മനുഷ്യനെ ഇന്ത്യയിലെ ജനങ്ങള് ഇതുപോലെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്നും നന്ദികേട് കാണിക്കുമെന്നും രൺദീപ് കൂടെ പറഞ്ഞുകൊണ്ട് നടക്കുക, ഭ്രാന്തളകിയിട്ട്. അയാളുടെ പൈസ പോയി, ഇനി പാരമൈൻഡ് ചെയ്യുക. ഏതായാലും മോഡിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം പറഞ്ഞാൽ അയാളെ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടല്ലോ, ഇലക്ട്രിക്കൽ ബോണ്ട്. ആര് പറഞ്ഞ ഇലക്ട്രിക്കൽ ബോണ്ട്? അതെന്താ എനിക്കറിയില്ല. അതിന് വിഷമിക്കാൻ വേണ്ട, അതൊരു 10 കോടി പിടിച്ചോ. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞൂന്ന് ഇരുന്നാലായി. അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സിനിമ പിടിക്കേണ്ടത് സിനിമാക്കാരാ. എന്നോട് പേരൊരാൾ പറയാം, സ്വാമി ഒരു സിനിമ പിടിച്ചോളൂ എന്നിട്ട് എന്തെങ്കിലും ഒരു 100 കോടി തന്നു. ഞാൻ പറയില്ല, ദയവ് ചെയ്ത് അതിലൊരു 5 കോടി ഇങ്ങോട്ട് തന്നോ, നമുക്ക് അവിടെ കാര്യങ്ങൾ നിർവഹിക്കാമല്ലോ. വയസ്സായി വരിക, എനിക്ക് ചക്കട മുക്കട മോട്ടോർ സൈക്കിൾ ഉണ്ട്, ഇനി അതിന് പറ്റില്ല. അപ്പോൾ ഒരു കാറ്, ചെറിയൊരു കാറെങ്കിലും, ഒരു സെക്കൻഡ് ഹാൻഡ് കാറെങ്കിലും വാങ്ങിക്കണം. അപ്പം അതിലേക്കായിട്ട് കുറച്ച് പൈസ തന്നു, ബാക്കി പൈസ താൻ കൊണ്ടുപോകും. എനിക്ക് സിനിമ പിടിക്കാൻ പറ്റില്ല, കാരണം ഞാൻ പിടിച്ചാൽ ശരിയാവില്ല. ഞാനൊരു കലാകാരനല്ല. രാഷ്ട്രീയ മുതലെടുപ്പാണ് നോക്കിയത്. BJP ഭരിക്കുന്നു, ആ സാഹചര്യം മുതലെടുത്ത് എന്തെങ്കിലും കാപ്പിളി കൂപ്പിളി പറഞ്ഞ് ഒരു ഡോക്യുമെന്ററി പോലെ സിനിമ എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ ചെന്നപ്പോൾ ജനങ്ങൾ പറഞ്ഞു പോടാന്ന് പറഞ്ഞു. അത് നന്നായേ ഉള്ളൂ. എന്തായാലും രൺദീപ് ഹൂഡ വന്നു, ദാ പോയി. ഇനി അയാൾ സിനിമ എന്ന് പറഞ്ഞ രംഗത്ത് വരില്ല. ഇതുവരെ പെട്ടിക്ക് പിടി നടത്തി ബോംബെയിൽ ജീവിക്കാം, അതിന് വേറെ മാർഗമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ പറയുന്നത് നിങ്ങൾ ആടുജീവിതം കാണാൻ പോയിട്ടുണ്ടല്ലോ എന്നാണ്. ഇയാളെ ജീവിതം കാണാൻ വരാത്തത്. അത് ജനങ്ങളുടെ ഇഷ്ടമല്ലേടോ കൂടെ. നമസ്കാരം.